ഇന്നിതാ ഞങ്ങൾ നാട്ടിലേക്ക് പോകാൻ നോക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ പൊന്നൂട്ടിനെ ഉറക്കി, അല്ലെങ്കിൽ എല്ലാ സാധനവും വലിച്ചു വാരിയിടും. അതുകൊണ്ട് നമ്മൾ വാവേനെയൊക്കെ ഉറക്കി സാധനം എല്ലാം അടുക്കി പെറുക്കി വെക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാം ആയി കേട്ടോ, ഉറങ്ങി. ഞാനിതാ എൻ്റെ ബാഗിൽ ബാക്കി ഇതാ പൊന്നൂട്ടിൻ്റെ ബാഗുകളും എല്ലാം പാക്ക് ചെയ്ത് എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ ഇതെല്ലാം വണ്ടി കൊണ്ടാക്കണം. ഇനിയിപ്പോൾ ഒന്ന് കുളിച്ച് ഫുഡെല്ലാം കഴിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഏട്ടൻ ഓഫീസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പോകാനാവും കേട്ടോ. കുട്ടി എവിടെയാ പോന്നേ? എവിടെയാ പോന്നെന്ന് പറ. ടാറ്റ പോവാ? എങ്ങോട്ടാ പോന്നേ? അച്ചച്ച കാണാൻ പോവാണോ? അച്ചച്ച കാണാൻ പോവാണോ? അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങി. സാധനങ്ങളൊക്കെ ഓൾറെഡി കൊണ്ടുവച്ചേ അല്ലേ പൊന്നു? ടാറ്റ പറഞ്ഞേ. പൊന്നുട്ടി ടാറ്റ പറ. ബായ് പറ. ബൈ സി യു പറ. അച്ചച്ച കാണാനാ? ബൈ സി യു പറ. വണ്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ക്ലീനിങ് നടക്കുന്നുണ്ടെന്ന്. ഇങ്ങനെ നമ്മൾ പോകാൻ ഇറങ്ങി കേട്ടോ. നമ്മളെ ഫ്രണ്ട്സും ഉണ്ട്, നമ്മൾ മാത്രമല്ല പോകുന്നത്. അപ്പം നമ്മൾ 2 വണ്ടിക്ക് ഒരുമിച്ച് നൈറ്റ് ആകാനായില്ലോ, അതുകൊണ്ട് ഒരുമിച്ചൊക്കെ പോവാന്നുള്ള പ്ലാൻ. നമ്മൾ വൈകുന്നേരം ഇറങ്ങിയത് കൊണ്ട് തന്നെ നല്ല ബ്ലോക്കായിരുന്നു. കുറേ സ്ഥലത്തേക്ക് ഭയങ്കര ബ്ലോക്ക് തന്നെ. അപ്പം നമ്മൾ വിചാരിച്ചു ഇന്ന് എത്തുമ്പോഴത്തേക്കും നല്ല ലേറ്റ് ആകുന്നു. ഓൾറെഡി നമ്മൾ ലേറ്റായി, കാരണം 4 മണിക്കെല്ലാം ഇറങ്ങണമെന്ന് പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷേ ജോലിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ലേറ്റായി. പിന്നെ ഒരു 5:30 കഴിഞ്ഞു നമ്മൾ ഇറങ്ങാനായിട്ട് തന്നെ. അങ്ങനെ പിന്നെ കുറച്ച് സ്ഥലം കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്ലോക്കെല്ലാം മാറി സെറ്റായി. പിന്നെ നൈറ്റ് ആയതുകൊണ്ട് ഇപ്പോഴത്തേക്ക് നല്ല വ്യൂ ആണ് കേട്ടോ. നൈറ്റ് വ്യൂ അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ നൈറ്റിൽ കാറിൽ ആദ്യമായിട്ടാണ് വരുന്നത്. നൈറ്റിലൊക്കെ കൂടുതലും ബസ്സിലൊക്കെ പോകുമ്പം ഞാനിങ്ങനെ നോക്കാറൊന്നുമില്ല. അങ്ങനെ ഇന്ന് പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു. പൊതുവേ നമ്മൾ മോർണിംഗ് ഒക്കെ അല്ലെങ്കിൽ വെളുപ്പിന് അങ്ങനെ ആ സമയത്തൊക്കെയാണ് പോകാറുള്ളൂ. പക്ഷെ നൈറ്റ് ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ടാണ്, പിന്നെ ഓണം ആയതുകൊണ്ട് അങ്ങനെ പോകുന്നതാണല്ലോ. അതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ. കുഞ്ഞിപ്പണ്ട് കുറച്ച് സമയം ഉറങ്ങിയതേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എഴുന്നേറ്റ് ഭയങ്കര കളിക്കലൊക്കെ ആയി. അങ്ങനെ പിന്നെ നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് ബോറടിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളെന്താ പറയുക, ഹൈവേയിലൊക്കെ കയറി ടോളൊക്കെ കൊടുത്ത് അങ്ങനെയാണ് കേട്ടോ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഹൈവേയിലൊക്കെ എത്തുമ്പോൾ ബ്ലോക്കൊന്നുമില്ല. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി എല്ലാവരും കൂടി. ഞങ്ങളവിടെ ഒരു തലശ്ശേരി റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. പിന്നെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ വീണ്ടും തിരിച്ച് വണ്ടിയിലൊക്കെ കയറി. അപ്പോഴത്തേക്കും പൊന്നൂട്ടി ഉറങ്ങി. കാരണം ഈ പകലൊന്നും അങ്ങനെ ഉറങ്ങിയിട്ടേ ഇല്ല. ഈ പാക്കിംഗ് എല്ലാം ചെയ്യുന്നതുകൊണ്ട് ആകെപ്പാട് ഇതെന്താണെന്ന് ഓർത്തിട്ട് ഉറക്കമുണ്ടായിരുന്നില്ല പൊന്നൂട്ടിക്ക്. അങ്ങനെ നമ്മളിതാ വള്ളിത്തോടെത്തി. നമുക്ക് വീടെത്താനാകുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അങ്ങനെ നമ്മൾ പെരിങ്കിരിയാണ് കേട്ടോ. അങ്ങനെ പെരിങ്കിരി സ്കൂൾ കാണുമ്പോൾ തന്നെ വീടെത്താനായി എന്നുള്ളൊരു ഫീൽ കിട്ടി. അങ്ങനെ ഇതാ നമ്മുടെ ഫ്രണ്ട്സ്, അവർക്ക് പിന്നെ പയ്യന്നൂർ വരെ പോകണം. പിന്നെ നമ്മളെ വണ്ടിയിലുള്ളവരും കൂടെ അതിനകത്തെല്ലാം കയറി. അങ്ങനെ അവർ പോയി ഇതാ നമ്മളെ വീടെത്തി കേട്ടോ. അതാ വീടിൻ്റെ അച്ഛനും അമ്മയും അവിടെ നോക്കിയിരിക്കുന്നുണ്ട്. 1 മണിയായി കേട്ടോ നമ്മളെത്തുമ്പോൾ. അങ്ങനെ